തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്നയാളാണോ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ പേര് വോട്ടേഴ്സ് പട്ടികയിലുണ്ടോ എന്ന് ആദ്യം തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. തിരിച്ചറിയൽ കാർഡിന് ബേസിക് ഡോക്യുമെന്റ്സ് ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്യാറുണ്ട്. തിരിച്ചറിയൽ കാർഡ് കയ്യിൽ ഇല്ല എങ്കിൽ 12 ഡോക്യുമെന്റ്സ് ഇലക്ഷൻ കമ്മീഷൻ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 12 തിരിച്ചറിയൽ കാർഡുകൾ ഏതെന്ന് നമുക്ക് നോക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, തൊഴിലുറപ്പ് പദ്ധതി കാർഡ്, സർക്കാർ പെൻഷൻ കാർഡ്, ആയുഷ്മാൻ ഹെൽത്ത് കാർഡ്, പാസ്പോർട്ട്, ഫോട്ടോ പതിച്ച SSLC ബുക്ക്, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ്, നാഷണലൈസ്ഡ് ബാങ്കുകളിൽ 6 മാസത്തിന് മുമ്പ് നൽകിയ ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ രേഖ, കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയ തിരിച്ചറിയൽ രേഖ. ഇനി നിങ്ങൾക്ക് എത്ര വോട്ടുണ്ടെന്ന് അറിയാമോ? പറഞ്ഞുതരാം. നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഉൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വോട്ട് മാത്രമേ ഉണ്ടാവൂ. പോളിംഗ് ബൂത്തിലെ വെള്ള നിറത്തിലുള്ള ബാലറ്റ് യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്താം. ഇനി നിങ്ങൾ ഗ്രാമപഞ്ചായത്ത് തലത്തിലാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 വോട്ട് ചെയ്യണം. 1 ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്ക്, 2 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലേക്ക്, 3 ജില്ലാ പഞ്ചായത്ത് വാർഡിലേക്ക്. ഇതിനായി പോളിംഗ് ബൂത്തുകളിൽ 3 ബാലറ്റ് യൂണിറ്റുകൾ ഉണ്ടാകും. ഓരോന്നും ഓരോ നിറത്തിലായിരിക്കും. ഗ്രാമപഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യാനുള്ള ബാലറ്റ് യൂണിറ്റിൽ വെള്ള നിറത്തിലുള്ള ലേബലും, ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ പിങ്ക് നിറത്തിലുള്ള ലേബലും, ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ ഇളം നീല നിറത്തിലുള്ള ലേബലുമായിരിക്കും ഉണ്ടാവുക. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താം. ഇനി വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പോളിംഗ് ബൂത്തിലേക്ക് കടന്നാൽ പോളിംഗ് ഉദ്യോഗസ്ഥർ നമ്മുടെ തിരിച്ചറിയൽ രേഖയും വോട്ടർ പട്ടികയിലെ പേരും മറ്റു വിവരങ്ങളും പരിശോധിച്ച് ഉറപ്പാക്കും. രണ്ടാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ കൈവിരലിൽ മഷി പുരട്ടുന്നത്. ശേഷം നേരെ വോട്ട് യന്ത്രത്തിന്റെ ചുമതലയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥന്റെ അടുത്തേക്ക് പോകണം. സ്ലിപ്പ് കൈമാറുമ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥൻ കൺട്രോൾ റൂമിലെ ബാലറ്റ് മെഷീൻ അമർത്തുകയും വോട്ടിംഗ് മെഷീൻ സജ്ജമാക്കുകയും ചെയ്യും. ഇനി വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് കടന്ന് വോട്ട് രേഖപ്പെടുത്താം. സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനു നേരെയുള്ള ബട്ടണിൽ അമർത്തുകയാണ് വേണ്ടത്. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ലൈറ്റ് പ്രകാശിക്കുകയും ബീപ്പ് ശബ്ദം കേൾക്കുകയും ചെയ്യും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറോട് നേരിട്ട് ചോദിക്കാം. അപ്പോൾ എങ്ങനെയാ, എല്ലാവരും നേരെ ബൂത്തിലേക്ക് പോവുകയല്ലേ? എല്ലാവരും പോകാൻ റെഡിയാണല്ലോ അല്ലേ?